2016 തുടങ്ങിയതിനു ശേഷം കിങ് ലയർ എന്ന് പറഞ്ഞ സിനിമയോടുകൂടി വന്ന സംഗീത സംവിധായകനാണ് ഇപ്പൊ രണ്ടാമത്തെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാധാരണ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിക് ആയിട്ടാണ്, പക്ഷെ ഈ പടത്തിൽ വളരെ ഫേവറബിൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഇടയിലും തുണ്ട് പാട്ടുകൾ കയറാനുള്ള ഒരു സ്കോപ്പ് വന്നു. അതൊരു ലക്ക് മാത്രമാണ്. ഒരു മൊമെന്റ് അങ്ങനെ വന്ന് കിട്ടിയപ്പം ലാലേട്ടൻ അതിനായിട്ട് ഒരുക്കി തന്നു. അതായത് കുറെ മൊണ്ടാജ് ഷോട്ട്മാരായിട്ട്. അപ്പൊ ഞാൻ ലാലേട്ടൻ ചോദിച്ചു, ലാലേട്ടൻ ഇവിടെ ഒരു ബിറ്റ് സോങ് കയറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ലാലേട്ടൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പൊ ആ കഥാപാത്രം സിദ്ദിഖേട്ടൻ എഴുതിയ ക്യാരക്ടറിന്റെ പേര് അഞ്ജലി ആയിരുന്നു. അപ്പൊ അഞ്ജലി വെച്ചിട്ട് തന്നെ എഴുതിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഓക്കെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ലാലേട്ടൻ ഞാനത് വിത്ത് വീഡിയോ വാട്സാപ്പിൽ ഞാൻ ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞത് കൊള്ളാം, സംഭവം കൊള്ളാം, അത് വെച്ചോന്നു. അങ്ങനെ അഞ്ജലി എന്ന് പറയുന്ന ഒരു പാട്ട് കയറി. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു? കാരണം അഞ്ജലി എന്ന് പറഞ്ഞ പേരിൽ ഓൾറെഡി പാട്ടൊന്നും ഫേമസ് ആയിട്ടുള്ളത്. അത് ഭയങ്കര, പക്ഷെ സത്യം പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് അത് അത്ര ഓർത്തില്ല. അത് ഓർത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ചെയ്യില്ലായിരുന്നു. കാരണം ആ പാട്ടിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം അത് അങ്ങനത്തെ ഒരു പാട്ടാണ് റഹ്മാൻ സാറിന്റെ. പക്ഷെ എന്തോ ആ സമയത്ത് അത് മറന്നുപോയി. അതുകൊണ്ട് ധൈര്യത്തിൽ ഇതങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് നന്നായി. അതുകൊണ്ട് ഇത് വെച്ചു. ഇത് എഴുതിയത് ഹരിനാരായണനാണ്, DK ഹരിനാരായണൻ. അങ്ങനെ ഹരിയും ഞാനും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇതിന്റെ ലിറിക്സ് പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒരു വിഷ്വൽ ആയിട്ട് വന്ന് ഇപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു. അത് മാത്രമല്ല എന്റെ അടുത്ത് കൺഫ്യൂഷൻ ഇല്ലായിരുന്നോ? ആരാ ഇതിന്റെ പാട്ടുകൾ ചെയ്തത്, ആരാ ഇതിന്റെ BGM ചെയ്തത്? അതെപ്പോഴും ഈ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കൺഫ്യൂഷനാണ്. അപ്പം അത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതായത് ഒരിക്കലും പാട്ട് ഞാനാന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, റീ റെക്കോർഡിങ് അലക്സേട്ടനാണെന്നുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അലക്സേട്ടൻ പാട്ട് എന്ന് ആദ്യം ഇട്ടിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ 2 പാട്ടും കൂടി ഞാൻ ചെയ്യുന്നത് ബിറ്റ് സോങ് ആയപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ അതും ക്ലാരിഫൈ ചെയ്തു. ഞാൻ ചെയ്ത 2 പാട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അഞ്ജലി, പിന്നെ ഒന്ന് ടൈറ്റിൽസിലുള്ള ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അതും ആക്ച്വലി വളരെ കോയിൻസിഡന്റൽ ആയിരുന്നു. കാരണം ഒരു ബോട്ടില് അനൗൺസ്മെന്റുമായിട്ട് ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്നുള്ളൊരു വാക്ക് മാത്രം അനൗൺസ് ചെയ്തു. അപ്പോൾ ലാലേട്ടന് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ വോയിസ് കീബോർഡിൽ എടുത്ത് വായിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശാലിനിനെ വരെ പാടിച്ചെടുക്കാൻ എളുപ്പമാണെന്ന്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഒരാൾ മൈക്കിലേക്ക് കൂടെ ഹലോ ഹലോ ചെക്ക് ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സമയത്ത് അവർ വഞ്ചിയിൽ ഷൂട്ട് ചെയ്തതാണ് പറഞ്ഞത്. അപ്പൊ അതിനെടുത്ത് ലാലേട്ടൻ കുറെ ഈ ഫോർവേഡ് മെസ്സേജസിലൊക്കെ കാണും കൊച്ചു കരയുന്നതിനെ പാട്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും MLA പ്രസംഗിക്കുന്ന സമയത്ത് അതിനെടുത്ത് പാട്ടാക്കുന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചാൽ അങ്ങനെ ഇതിന് നമുക്ക് ഈ ഹലോ ഹലോ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാം, എന്നാൽ അതൊന്ന് ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ അതെടുത്ത് കീബോർഡിലേക്ക് കയറ്റി ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്നുള്ളൊരു ഒരു സംഭവം എടുത്ത് അതിനെ വായിച്ചെടുത്ത് പാട്ടാക്കി. അപ്പൊ അതും ചെയ്തു വന്നപ്പം പ്രതീക്ഷിക്കാതെ ഒരു പാട്ട് കിട്ടി. അപ്പൊ അങ്ങനെ തുണ്ടുപാട്ടുകൾ വെച്ച് മൊത്തം പാട്ടായി. ഹായ്, ഞാൻ ദീപക്, നിങ്ങളുടെ സ്വന്തം ദീപക് ദേവ്. ഏറ്റവും പുതിയ ചിത്രമായ കിങ് ലയറിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ശാലിനിയോടൊപ്പം സ്പോട്ട്ലൈറ്റുള്ളത്. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയാം. അതെല്ലാം ഈ ഷോയിൽ കൂടി പറയുന്നതായിരിക്കും.